അസ്സലാമലൈക്കും. ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ കറി വെക്കാൻ കൊണ്ടുവന്ന ചിക്കനിൽ നിന്ന് ഒരു 6 പീസ് മാറ്റി വെച്ചതിന് അത് വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ്റെ അളവ് കൂട്ടാം. ചിക്കൻ്റെ അളവ് കൂട്ടുന്നിടത്തോളം ടേസ്റ്റും കൂട്ടും കേട്ടോ. ഞാനിപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിരിക്കണം കേട്ടോ. ഇതൊന്ന് ഉടച്ചെടുക്കണം. പിന്നെ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്ത ചിക്കൻ പീസാണ് കേട്ടോ. ഇതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടുകൊണ്ട് ഒന്ന് ഇങ്ങോട്ട് കറക്കിയെടുക്കണം. ചിക്കൻ പീസ് ഒന്ന് കറക്കി പൊടിച്ചെടുത്തിക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ ഉടച്ചെടുത്തിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ചിക്കനിലെ ഇട്ടുവെക്കുക. അതുപോലെ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്. പിന്നെ കുറച്ച് മല്ലിയില കേട്ടോ, അത് അരിഞ്ഞെടുത്തത്. ഇതൊന്ന് ഇതിലേക്ക് ഇട്ട് വെക്കുക. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. ഇനി ഇത് എല്ലാം കൂടി കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ചിക്കൻ വേവിച്ചപ്പം അതിക്ക് ഉപ്പും കുരുമുളകും ഇട്ട് കൊടുത്തുകൊണ്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പം ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ, ഏറരുത്. ഇത് കുഴച്ചെടുത്തിട്ട് ഉപ്പ് ഒന്ന് നോക്കട്ടോ പാകത്തിനുണ്ടോ എന്നുള്ളത്. ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ എരിവ് കുറവാണെങ്കിൽ കുരുമുളകും പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഗരം മസാലൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂണ് അതും കൂടി ഇട്ട് കൊടുക്കുക. ഇതിപ്പം ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കാം കേട്ടോ. റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ അങ്ങനെ ആക്കാം, ഉരുള ആണെങ്കിൽ അങ്ങനെ. ഇനി ചതുരത്തിനോ ഇങ്ങനെ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കാം. ഇതിന് ഷേപ്പ് ആക്കാൻ ഇങ്ങനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡ് പൊടിച്ച് കണ്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ. കൈയൊന്ന് നനച്ചു കൊടുത്താലേ ഇത് കയ്യുമ്പോൾ ഒട്ടിപ്പിടിച്ചില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് വേണ്ട ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം കേട്ടോ. എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ആക്കിയെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഈ ഷേപ്പിലൊക്കെയാണ് കേട്ടോ ആക്കിയെടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് മൈദപ്പൊടി എടുത്തിക്കണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം പാർന്നുകൊണ്ട് ഒന്ന് ലൂസാക്കി എടുക്കുക. ഇത് വെള്ളം പാർന്നുകൊണ്ട് ഇപ്പം കുറച്ചൊരു ലൂസ് മാതിരിയാണ് കേട്ടോ ആക്കിയിരിക്കുന്നത്. നല്ല ടൈറ്റല്ല, കുറച്ച് ലൂസ്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇതിൽ ഒന്ന് മുക്കിയെടുത്തുകൊണ്ട് വേണം ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാൻ കേട്ടോ. ഇനി ഓരോന്ന് ഇതിൽ ഇട്ട് കൊടുത്തുകൊണ്ട് എണ്ണയിൽ ഇതിൽ നിന്ന് കോരിക്കാണ്ട് പിന്നെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. എണ്ണയൊക്കെ ഇപ്പോൾ ഇവിടെ നല്ലോണം ചൂടായി വന്നിക്കണം കേട്ടോ. ഇനി ഓരോന്നിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു സൈഡ് ആയാലൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. 2 സൈഡും കളർ മാറി വന്നാൽ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ചിക്കനും ഉരുളക്കിഴങ്ങും ആദ്യം വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ അധികം നേരം എണ്ണയിൽ ഇടേണ്ട ആവശ്യമില്ല. അതുമ്മ കോട്ട് ചെയ്തിട്ടില്ല. മൈദമാവ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഹഫിമോള് വന്നതാണ്. അപ്പോൾ ഓക്കിത് നല്ലോണം ഇഷ്ടപ്പെട്ടിരിക്കണം കേട്ടോ. ഇനി നാളെ സ്കൂളിൽ വിട്ട് വരുമ്പോഴും ഇതന്നെ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞേക്കാം. നല്ല രസമാണ് കേട്ടോ ഇത് തിന്നാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.